തോട്ടം മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില. അതിശക്തമായ കാറ്റും മഴയുമുള്ള സാഹചര്യങ്ങളിൽ പണികൾ നിർത്തിവെക്കണമെന്നും നിർബന്ധമായി തൊഴിലാളികളെ പണിക്ക് ഇറക്കില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ഈ മാസം തന്നെ മരം വീണ് 2 തൊഴിലാളികളാണ് ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിൽ മരിച്ചത്. റെഡും ഓറഞ്ചും ഉൾപ്പെടെയുള്ള അലർട്ടുകൾ നിലനിൽക്കുമ്പോഴും ഏലത്തോട്ടങ്ങളിൽ അനസ്യൂതം പണിയെടുപ്പിക്കുന്നതായാണ് ഉയരുന്ന പരാതി. പലപ്പോഴും ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇന്നലെയും ഉടുമ്പൻചോലയിൽ തമിഴ് തൊഴിലാളി സ്ത്രീ മരം വീണ് മരിച്ചിരുന്നു. തോട്ടം ഉടമയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ തോട്ടം ഉടമയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് വരെ കേസെടുക്കേണ്ട സാഹചര്യമാണല്ലോ. നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയും തോട്ടം മേഖല ഉൾപ്പെടെ ജോലി ചെയ്യിപ്പിക്കരുതെന്നുള്ള സർക്കാരിന്റെ കർശനമായ മാർഗനിർദ്ദേശം ഉള്ളപ്പോൾ പോലും ജോലി ചെയ്യിപ്പിച്ചിട്ട് ഒരു തൊഴിലാളികളുടെ ജീവന് കുരുതി കൊടുത്ത തോട്ടം അധികാരി ഭൂമുടയ്ക്കെതിരെ കർശനമായ നിയമങ്ങൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയിൽ എനിക്കിവിടെ പറയാനുള്ളത്. മറ്റു മേഖലകളിലും അല്ലെങ്കിൽ ഇപ്പൊ ആയിരക്കണക്കിന് തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളി ദിവസമായിട്ട് തൊഴിലാളി ഇല്ലെങ്കിൽ നമ്മുടെ തോട്ടം മേഖല സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അതാണെങ്കിൽ പോലും നിലവിൽ ഇതേ സാഹചര്യത്തിൽ നിർബന്ധിച്ച് തൊഴിലാളികളെ വിളിച്ചു വരുത്തി അവരുടെ ജീവനെ കുരുതി കൊടുക്കുന്ന തരത്തിലേക്ക് അവർക്ക് ഉണ്ടാകുന്ന ലാഭത്തിന് വേണ്ടി ഈ ഏല മേഖലയെ കുറിച്ച് നമുക്കറിയാം. കൃത്യമായിട്ട് ഏലക്കായ വെളുക്കുമ്പോഴോ കാവാത്തെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യിച്ചാലേ ഭൂ ഉടമയ്ക്കും അല്ലെങ്കിൽ തോട്ടം മുതലാളിക്കും ലാഭം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ നഷ്ടം വരും. പക്ഷെ ഇതേപോലൊരു സാഹചര്യത്തിൽ പോലും അവരെ നിർബന്ധമായി വിളിച്ചു വരുത്തി അവരുടെ ജീവനെ കുരുതി കൊടുത്തു എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതേസമയം മഴയും കാറ്റും ശക്തമായ സാഹചര്യങ്ങളിൽ തൊഴിലാളികളെ പണിക്കിറക്കല്ലെന്ന് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നാണ് തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.